ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ പറയുക, ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ റെസിഡൻസ് ഉണ്ടല്ലോ, റെസിഡൻസിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ 2-3 മാസമായിട്ടുള്ള പ്രാക്ടീസൊക്കെ നമ്മൾ നിർത്തിയിട്ട് ഇന്ന് നമ്മൾ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോൾ പോകുന്നത് എന്താ അറിയോ, എനിക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ എടുക്കാമെന്നാണ് പറഞ്ഞത്. വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും ഞാൻ എടുപ്പിക്കേണ്ടി ഒരു വീഡിയോ. പക്ഷെ എന്താ അറിയോ, പാട്ട് വരുന്ന സമയത്തെ ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമോ എന്നുള്ളൊരു പേര്, വരുമോ എന്നല്ല, എന്തായാലും വരും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതിനോട് എന്താ ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും ഞാൻ വീഡിയോ എടുക്കും, എന്നിട്ട് നോക്കാമല്ലോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പം ഞാനിപ്പോൾ ഏതായാലും മാറ്റി, അമ്മയും മോനും ഉണ്ട്, നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. എൻ്റെ ഒരു സെമി ക്ലാസിക്കലുണ്ട്, പിന്നെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഇപ്രാവശ്യം 2 ഉള്ളൂ. സാധാരണ 2 3 ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അത് കുറച്ചിട്ട് 2 ആക്കി. കാരണം കാലിൻ്റെ ആ പ്രശ്നം ഉണ്ടല്ലോ, അതുള്ളത് കാരണം എന്നോട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇനിയിപ്പോൾ പരിപാടിയിലൊക്കെ നമ്മൾ പ്രാക്ടീസിനും എല്ലാം നിന്നതല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പെയറായിട്ട് വരുന്ന ആളും കൂടി ഒഴിയേണ്ടി വരുമല്ലോ. അപ്പോൾ അത് കാരണം സാരില്ല എന്ന് വിചാരിച്ചിട്ടിപ്പോൾ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അതാണ്. അപ്പോൾ ഞാനിപ്പോൾ മാറ്റി, ഞങ്ങൾ പോട്ടെ കേട്ടോ. പോയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ബസ് ഇപ്പം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്, പോയി നോക്കട്ടെ. അവിടെ 2 ആളുകൾ മാറ്റിയിട്ടേ ഇല്ല, ഞാൻ മാറ്റി നിൽക്കുകയാണ്. ബസ് കിട്ടുമോ എന്നുള്ള അറിയില്ല, ഇല്ലെങ്കിൽ ഓട്ടോ എങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് പോയി വരാം കേട്ടോ. ഞാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മയും മോനും ഉണ്ട് കേട്ടോ ബാക്കിൽ. ഞാൻ നേരത്തെ നടക്കുകയാണ് കേട്ടോ. മുമ്പിൽ സ്റ്റേജിൻ്റേത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീടിൻ്റെ നേരെ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നില്ല, അവിടെ തന്നെയാണ് സ്റ്റേജ് വരുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ എന്നറിയില്ല, കണ്ടോ അവിടെ കണ്ടോ കുറേ ആളുകൾ. സൂം ചെയ്തതാണ് കേട്ടോ. അവിടെയാണ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ്. വലിയ സ്പേസാണ്, വലിയ സ്റ്റേജാണ് അല്ല എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മളൊരു ഓട്ടോയിൽ കയറിയിട്ട് കക്കോടി പോയി ഇറങ്ങി, ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് നമ്മൾ ഇറങ്ങി ഫാൻസിയിലേക്ക് പോയി. നമ്മൾ തിരിച്ച് ഓട്ടോയിൽ കയറാൻ നിൽക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുള്ള ഓട്ടോ ഇല്ലേ, ആ ഓട്ടോ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ആ ഓട്ടോയിൽ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. വലിയ സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അതൊക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി ചായ കുടിക്കുകയാണ് കേട്ടോ. നമ്മൾ 10 മണീൻ്റെ ചായ ഇല്ലേ, അതാണ് ഇപ്പോൾ കുടിക്കുന്നത്. ചായക്ക് സമൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രാക്ടീസിന് പോകുന്നതിൻ്റെ മുൻപായിട്ട് ഞാൻ വേഗം തന്നെ ചോറ് കഴിക്കാറ് പാർസൽ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, പിന്നെ കുറച്ച് പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ സമൂസയൊക്കെ കൊണ്ടുവന്ന സമയത്ത് കുറച്ച് കറി പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫ്. അതും കൂട്ടിയിട്ടാണ് അപ്പം നമ്മളിന്ന് ചോറ് കഴിക്കുന്നത്. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ടൈം പ്രാക്ടീസിന് പോകാനുണ്ട്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുണ്ട്, മോനൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ പരിപാടിയുള്ള ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മൊത്തത്തിലുള്ള ഓട്ടപ്പാച്ചിലുകൾക്കൊക്കെ ഇന്നത്തോട് കൂടിയിട്ട് അവസാനമാവുകയാണ് ഗൈസ്. ഇനി ഡാൻസ് ഉണ്ട്, കളിക്കാനുണ്ട്, പ്രാക്ടീസ് ഉണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു. പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് പരിപാടി ഇതപ്പോൾ അവിടെ കഴിയാൻ വേണ്ടിയിട്ട് പോവാണ്. വൈകുന്നേരം ഒരു 5 മണി 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പരിപാടി പോയിട്ടുണ്ട്. നമ്മൾ പോയത് തന്നെ 7 മണിക്കാണ്. നമുക്ക് 2 ഗസ്റ്റ് വേറെ ആരുമല്ല, പ്രകാശ് കേട്ടോ, ശ്രുതിൻ്റെ അമ്മയും അനിയനുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഓരോ പരിപാടി ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് പോകാം. അത് മോനും അമീനും കാമിലും കൂടി കളിച്ച ഡാൻസാണ് കേട്ടോ. സോറി ഗൈസ്, എനിക്ക് പാട്ട് വെക്കാനുള്ള ഒരു നിർവാഹവും ഇവിടെ ഇല്ല.
അപ്പോൾ ഫൈനലി പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഡാൻസിനുള്ള ഒരുങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാരിയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഉടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ നല്ലൊരു ചുരിദാർ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വലിയ സംഭവമാക്കിയിട്ടൊന്നും ഇല്ല, എന്നാലും ഞാൻ തന്നെ ചെയ്താൽ മതിയല്ലോ. മേക്കപ്പ് ചെയ്യാനൊക്കെ ആളുണ്ട് കേട്ടോ. വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഞാൻ തന്നെ ചെയ്താൽ മതിയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് വേറൊരു ഡ്രസ്സ് കേട്ടോ, രണ്ടാമത്തെ ഡാൻസിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ, ചുരിദാർ. ഗ്രൂപ്പ് ഡാൻസ് ആണത്. അപ്പം എൻ്റെ സെമി ക്ലാസിക്കലാണ്. അപ്പോൾ ഞാൻ മാറ്റിട്ട് കേട്ടോ. ഡാൻസിൻ്റെ പാട്ട് നമുക്ക് വെക്കാനുള്ള ഒരു ചാൻസും ഇല്ല കേട്ടോ. കാരണം കോപ്പിറൈറ്റ് ഓൾറെഡി ശ്രുതിൻ്റെ കല്യാണത്തിൻ്റെ ഒന്ന് വന്ന് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ആയതുകൊണ്ട് ചറപറ കോപ്പിറൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോ ആയിട്ട്. പ്രാക്ടീസ് ചെയ്യുന്ന മുറ്റത്തു നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വേറെ 2 പാട്ടും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്യൂഷൻ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാൻസിൻ്റെ ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് ഉടുത്താൽ മാത്രം മതി. പിന്നെ അത് മാത്രമല്ല, മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്കായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിങ്ങനെ അനൗൺസ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം വാരി തിരിച്ച് ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നൂറയും ടീംസും അവതരിപ്പിച്ചിട്ടുള്ള ഡാൻസാണ്. അങ്ങനെ കുട്ടികളുടെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഒന്നും പാട്ട് വെക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, കോപ്പിറൈറ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ഇറേസ് ചെയ്ത് കളയേണ്ടി വരും. ഇത് ആദി ആൻഡ് ടീം അവതരിപ്പിച്ചിട്ടുള്ള ഡാൻസാണ്. ഫുൾ ഫ്യൂഷനാണ് കേട്ടോ. എല്ലാവരും തന്നെ പാട്ട് മിക്സ് ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു. ഇത് അനന്യ ആൻഡ് ടീം. ഇതിപ്പോൾ ആരെയും പാട്ട് വെക്കാനുള്ള ഒരു 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 എന്താ പറയുക, ഒരു ചാൻസ് എനിക്കില്ലാത്തതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ഞാൻ പാട്ട് വെച്ചിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. കാരണം ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പോലും എനിക്ക് കോപ്പിറൈറ്റിൻ്റെ വന്നു. ഇത് നാനിയാണ് കളിക്കുന്നത്. നമ്മുടെ ഡാൻസറില്ലേ, എന്തായിരുന്നു, നാനി ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. പ്രജിൻ പ്രതാപ് ഇല്ലേ, അവരുടെ കീഴിലാണ് ഡാൻസ് പഠിക്കുന്നത്. അവന് 2 ഡാൻസ് ഉണ്ടായിരുന്നു. അടിപൊളി പാട്ട് സെലക്ഷനും അടിപൊളി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ തൊട്ട് വരുമ്പോൾ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഫുൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് എന്താ പറയുക, 3-4 പാട്ട് മിക്സ് ചെയ്തിട്ടാണ്. ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് കുഴപ്പമില്ല. രണ്ടാമത്തെ പാട്ട്, മൂന്നാമത്തെ, നാലാമത്തെ ഒക്കെ പാട്ട് കോപ്പിറൈറ്റിൻ്റെ വന്നപ്പോൾ ഞാനത് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. ഈ പാട്ടിൻ്റെ ഈ ഡാൻസിൻ്റെ സ്റ്റെപ്പ് കണ്ടിട്ട് ഈ പാട്ട് ഏതാണ് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാൻ വേണ്ടി പറ്റുമോ ഗൈസ്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? ഈ സ്റ്റെപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഫസ്റ്റ് പാട്ട് ഏതാണെന്നുള്ളത്. ബാക്കിയുള്ള പാട്ടുകളൊന്നും ഞാൻ അതിൽ കൊടുക്കില്ല കേട്ടോ. പാട്ടില്ലാതെ വെറുതെ ഡാൻസ് മാത്രം കണ്ടിട്ട് എന്താണ് കാര്യം? ഈ കളിക്കുന്ന ആളുകളിൽ പല ആളുകളുടെയും മക്കളൊക്കെ തന്നെയാണ് കേട്ടോ നേരത്തെ വന്ന് ഡാൻസൊക്കെ കളിച്ച് പോയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവരിൽ പല ആളുകളുടെയും ഭർത്താക്കന്മാരുടെ ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ കൊടുക്കാൻ വേണ്ടി നോക്കി, അതും പറ്റിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കോപ്പിറൈറ്റ് ഓൾറെഡി ശ്രുതീൻ്റെ കല്യാണ വീഡിയോ അല്ലേ, അതിൽ ഓൾറെഡി ഏതൊക്കെയോ പാട്ടിന് കോപ്പിറൈറ്റ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാനാണ്. ഞാനതിങ്ങനെ ഇറേസ് ചെയ്ത് കളയണോ എന്നുള്ള ഡൗട്ടിലിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും കോപ്പിറൈറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു വീട്ടിലെ എല്ലാവരും കലാകാരന്മാരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ കളിച്ച പല മക്കളുടെയും അച്ഛന്മാരും എൻ്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുള്ള പല ആളുകളുടെയും ഹസ്ബൻഡ്സാണ് കേട്ടോ ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഡാൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഞങ്ങളായിരുന്നു ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തത്. ഈ വർഷം ഞങ്ങളാരും ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തിട്ടില്ല, ഒരു സാധനവും എടുത്തിട്ടില്ല. പകരം ഇവരെല്ലാവരും ഈ വർഷം വാടകയ്ക്ക് ഡ്രസ്സ് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല കോമഡി ആയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു. എത്ര തന്നെ ഞങ്ങൾ പഠിച്ച് കളിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു 1-2-3 മാസം മുൻപേ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഞങ്ങൾ തെറ്റിച്ചു. ഇവർക്ക് വെറും 3 ദിവസത്തെ പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അവർ അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തു. എത്ര തന്നെ ആയാലും ഇവരുടെ ഡാൻസ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവുക. ആയി പറയടാ പ്രകാശ് നേച്ചിയെ, ഒരു ആയി പറയോ? നമ്മളില്ലേ പ്രകാശ് വാവനെയും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് റോഡിൽ പോയില്ലേ, തിരിച്ചു വരികയാണ്. കയറ്റത്തിൻ്റെ പകുതി എത്തിയ സമയത്ത് പെട്ടെന്നൊരു ഓട്ടോ വന്നു. ആദ്യമായി സൈക്കിളും കൊണ്ട് ഒരു ഓട്ടോ ഓടി അല്ലേ? ഇങ്ങനെ എക്സ്പീരിയൻസ് പറയൂ.
കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? പോവല്ലേ? അപ്പം ഞാനോ? അവരെ ബസ്സൊക്കെ കയറ്റി വന്ന് ഞാൻ വേഗം തന്നെ കുളിച്ചു കേട്ടോ. എന്നിട്ടിപ്പോൾ മുടി ഉണക്കാണ്. എൻ്റെ മുടി ഇങ്ങനെ വെയിലത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ടില്ലെങ്കിൽ മുടി ഉണങ്ങൂല. കുറേ ടൈം പിടിക്കും. വെള്ളം ഇങ്ങനെ പോയി പോയി നനവോട് കൂടിയിട്ടിരിക്കും. അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെയിലത്ത് നിന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതാണ് കേട്ടോ. ഇന്നലെ ആയിരുന്നു പരിപാടി. ഇന്ന് പുലർച്ചയ്ക്ക് 2 മണി 3 മണിക്കാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് കിടന്നുറങ്ങിയത്. പിന്നെ അത് മാത്രമല്ല പകലാണെങ്കിൽ ഇന്ന് പകൽ പ്രകാശനീശിനെയും കൊണ്ട് ഫുൾ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കൊണ്ടാക്കി വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നു, അത് വേഗം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ചോറ് കഴിച്ചിട്ട് വേണം നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. ഒരാൾ പുതിയതായിട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് പോകണം. അതിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, നീ ഇന്നാൾ വാങ്ങി വെച്ച സ്ട്രോബെറി ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല, അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കാട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടിയില്ല, ഇനിയിപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് സ്ട്രോബെറി, പാല്, കസ്കസ്, പഞ്ചസാര ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ജ്യൂസ് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. സംഭവം സ്ട്രോബെറി പകുതിയും എന്താ പറയുക ചീഞ്ഞ് പോയത് കാരണം കുറേയൊക്കെ എടുത്ത് ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് ജ്യൂസായില്ല. പകരം നമുക്കിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മിൽക്ക് സ്ട്രോബെറി ഡ്രിങ്ക് എന്നൊക്കെ പറയുക വേണമെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, നമ്മുടെ ചിയാ സീഡില്ലേ, ഇതിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കും കേട്ടോ. കാരണം രാവിലെ വെറും വയറ്റിൽ ഞാനിപ്പോൾ ചിയാ സീഡും തേനും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കൊരു ദിവസത്തേക്ക് വേണ്ട പ്രോട്ടീൻസൊക്കെ നമുക്ക് ഈ ഒരു ചിയാ സീഡിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത് കാരണം വിശപ്പ് ഉണ്ടാവില്ല. നമുക്ക് വിശപ്പിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇനി നമുക്കൊരു സ്ഥലം വരെ പോയാലോ? അങ്ങനെ നമ്മുടെ അമീർ ഇത് പുതിയ വണ്ടി സൈക്കിൾ വാങ്ങിയിരിക്കുന്നു. വാ നോക്കട്ടെ, കാണിക്ക് സൈക്കിള്, പുതിയ സൈക്കിൾ വാങ്ങിയിട്ട്. ആദിമോൻ ഏതായാലും സമാധാനമായി. കാരണം അവൻ ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിക്കുമ്പോൾ ആമീന് സൈക്കിളില്ല, ഞങ്ങൾ രണ്ടാളും കൂടി ഓടിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കലാണ് എപ്പോഴും പണി. ഇപ്പോൾ ഏതായാലും അമീന് പുതിയ സൈക്കിൾ കിട്ടിയപ്പോൾ 2 പേർക്കും കൂടി ഒരുമിച്ച് ഓടിക്കാലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ രണ്ടാളും. വണ്ടീനെ കുറിച്ച് ഇങ്ങനെ പറയുക, എൻ്റെ വണ്ടിക്ക് ഈ സാധനം ഉണ്ട്, എൻ്റെ വണ്ടിക്ക് ആ സാധനം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ചയിലാണ്. വൈകുന്നേരം ചായ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാഗി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ മാഗി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അച്ഛൻ പുറത്ത് പോയി വന്നപ്പോൾ വടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.